അധികാരമേറ്റെടുത്ത ഒരു മാസത്തിനുള്ളിൽ തമിഴ്നാട്ടിലേക്ക് വൻ നിക്ഷേപം എത്തിക്കാൻ വിജയ്. തമിഴ്നാട്ടിൽ 3 പ്രധാന പദ്ധതികൾ ആരംഭിക്കാൻ തയ്യാറെടുത്ത് ലാർസൻ ആൻഡ് ട്രൂബോ. 18,600 കോടി രൂപയുടെ നിക്ഷേപമുള്ള 3 പദ്ധതികൾക്കായി തമിഴ്നാട് സർക്കാരും ലാർസൻ ആൻഡ് ട്രൂബോയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഈ പദ്ധതികളിലൂടെ ഏകദേശം 8,200 പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഡേറ്റാ സെന്റർ, ഇലക്ട്രോണിക്സ് നിർമ്മാണം, കപ്പൽ നിർമ്മാണം എന്നീ മേഖലകളിൽ പദ്ധതികൾ സ്ഥാപിക്കാനുള്ള LN നിർദ്ദേശത്തെ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സ്വാഗതം ചെയ്തു. ഈ നിക്ഷേപങ്ങൾ തമിഴ്നാട്ടിനെ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നായി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിലെ വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഉറപ്പു നൽകിയതായും പത്രക്കുറിപ്പിൽ പറയുന്നു. കാഞ്ചീപുരം ജില്ലയിലെ ഡേറ്റാ സെന്റർ വിപുലീകരണ പദ്ധതിക്കായി 15,000 കോടി രൂപയാണ് നിക്ഷേപിക്കുക. ഇതിൽ നിന്നും മാത്രം 500 പേർക്ക് തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോയമ്പത്തൂരിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇലക്ട്രോണിക് സിസ്റ്റംസ് നിർമ്മാണ പദ്ധതിയാണ് രണ്ടാമത്തേത്. ഇതിനായി മാത്രം 2,500 കോടി നിക്ഷേപിക്കും. ഏകദേശം 2,000 പേർക്കാണ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കുക. തിരുവള്ളൂർ ജില്ലയിലെ കാട്ടുപള്ളിയിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ വികസനത്തിനായും 1,100 കോടി രൂപ നിക്ഷേപിക്കും. ഏകദേശം 5,700 പേർക്കുള്ള തൊഴിലവസരം ഇവിടെ സൃഷ്ടിക്കപ്പെടും. 2036 തമിഴ്നാടിനെ 1.5 ട്രില്യൺ US$ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പത്രക്കുറിപ്പിൽ പറഞ്ഞു. ഈ നിക്ഷേപങ്ങൾ സംസ്ഥാനത്തിന്റെ വൈവിധ്യമാർന്ന വ്യവസായ പരിസ്ഥിതിയെ ശക്തിപ്പെടുത്തുകയും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെ വളർത്തുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. AI അനുബന്ധിച്ചുള്ള പ്രയോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയെ ഇത് കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്യുമെന്നും കരുതുന്നു. തമിഴ്നാട്ടിലെ യുവാക്കൾക്ക് വൻതോതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റതിനു ശേഷം വ്യവസായ മേഖലയിലെ ആദ്യ കരാറാണിത്. കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി S. കീർത്തന, ചീഫ് സെക്രട്ടറി M. വായ്കുമാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി V. വിജയകുമാർ എന്നിവരും പങ്കെടുത്തു. തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുകയാണ് വിജയ്. മെയ് അവസാനത്തിലും കർഷകർക്കായി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതിനൊപ്പം തമിഴ് സിനിമാ മേഖലയ്ക്ക് ആശ്വാസകരമായ തീരുമാനങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയതിനൊപ്പം സിനിമാ പ്രദർശനത്തിന് കൂടുതൽ സമയം അനുവദിച്ചു ഉത്തരവിറക്കി. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ മുഴുവൻ കാർഷിക കടങ്ങളും സർക്കാർ എഴുതിത്തള്ളി. 5 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവർക്ക് 50% വായ്പാ ഇളവും പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ സിനിമകളുടെ പ്രദർശന സമയം വർദ്ധിപ്പിച്ചിരുന്നു. കൂടുതൽ പ്രദർശനങ്ങൾ നടത്തുന്നതിലൂടെ സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമായിരുന്നു ഈ നീക്കം. റിലീസായ സിനിമകൾ ആദ്യത്തെ ഒരാഴ്ച 5 പ്രദർശനം വീതം ഒരു തിയേറ്ററിൽ നടത്താനാകും. നെല്ലിന് കിൻഡലിന് 3,500 രൂപയും കരിമ്പിന് ടണ്ണിന് 4,500 രൂപയുമായി താങ്ങുവില ഉയർത്താനും തീരുമാനിച്ചു. 2 ഏക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകരുടെയും ഭൂരഹിതരായ കർഷക തൊഴിലാളികളുടെയും മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നും വിജയുടെ ഉത്തരവിൽ വ്യക്തമാക്കി. രാഷ്ട്രീയമെന്നത് പണം പിരിക്കാനുള്ളതല്ല എന്നും ജനങ്ങളെ സേവിക്കാനുള്ളതാണെന്നും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വിജയ് പറഞ്ഞിരുന്നു. താൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇക്കഴിഞ്ഞ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന വിജയമാണ് തമിഴക വെട്രി കഴകം നേടിയത്. വെറും 2 വർഷം മാത്രം പ്രായമുള്ള പാർട്ടിയുടെ വിജയം സർവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. 2024 ഫെബ്രുവരി 2 പാർട്ടി സ്ഥാപിതമാവുന്നത്. പനയൂരിലാണ് ആസ്ഥാനം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും ചെയ്തു. അതിനു മുന്നോടിയായി പാർട്ടി പ്രസിഡന്റും നടനുമായ വിജയ് അഭിനയം നിർത്തി. 234 സീറ്റുകളിലേക്കാണ് TVK തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പാർട്ടി പ്രസിഡന്റ് വിജയ് 2 സീറ്റുകളിൽ നിന്നാണ് ജനവിധി തേടിയത്. 108 സീറ്റുകളിൽ വിജയിച്ച പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും ചെയ്തു. പിന്നാലെ മറ്റു പാർട്ടികളുടെ പിൻബലത്തോടെ വിജയ് മന്ത്രിസഭാ അധികാരമേറ്റു. മെയ് 10 തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം ജനപ്രിയ നടപടികളുമായി തമിഴ്നാട്ടിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തന്റെ ആദ്യത്തെ പൊതുപരിപാടിയിൽ കഴിഞ്ഞ ദിവസമാണ് വിജയ് പങ്കെടുത്തത്. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം DMK, AIDMK പാർട്ടികളെ വിമർശിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.